ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പുനലൂർക്ക് പോകണമെന്ന ആവശ്യവുമായി അലീന സ്റ്റാൻലിയുടെ മുന്നിലെത്തി. എന്നാൽ തന്റെ സഹോദരന്മാർക്കും അവരുടെ ഭാര്യമാർക്കും താൻ അലീനയെ കൂട്ടിക്കൊണ്ടു വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്റ്റാൻലിക്ക് നന്നായിട്ടറിയാം. അവിടെ ചെന്നാൽ തന്റെ മകളെ എല്ലാവരും കൂടി കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുമെന്ന് സ്റ്റാൻലിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് പുനലൂർക്ക് പോവാൻ സ്റ്റാൻലി അനുവാദം കൊടുത്തില്ല. പക്ഷെ അലീന സ്റ്റാൻലിയോട് പിണങ്ങിയും പപ്പയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെയും സ്റ്റാൻലിയെ കൊണ്ട് തന്റെ ആവശ്യം അംഗീകരിച്ചെടുക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അവിടെ അലീനയ്ക്ക് പരാജയപ്പെടേണ്ടി വന്നു. പിന്നീട് അവൾ തന്നെ സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. തന്റെ ബന്ധുക്കളെയൊക്കെ കാണാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. എന്റെ മകൾക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാവരുതെന്ന് കരുതിയാ ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കാത്തതെന്ന് സ്റ്റാൻലി അവളോട് പറയുന്നുണ്ട്. എങ്കിലും അവൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുക്കാത്തതിൽ സ്റ്റാൻലിക്ക് അതിയായ വിഷമമുണ്ട്. ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അലീനയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സ്റ്റാൻലി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നീ പോയാൽ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? പൗലോസ് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പം അലീന പറയുന്നുണ്ട്, പപ്പ ഞാൻ അതൊന്നും ഓർത്തില്ല, എനിക്ക് പോവണ്ട പപ്പ. അത്രയും കേട്ടതും സ്റ്റാൻലിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അയാൾ പതുക്കെ നടന്നു നീങ്ങി. അടുക്കളയിലെ പണികളെല്ലാം ഒതുക്കിയ ശേഷം അലീന അവളുടെ റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി അലീനയുടെ മുറിയിലേക്ക് എത്തി. സ്റ്റാൻലിയെ കണ്ടതും അലീന അതിശയത്തോടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കിയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ പുനലൂർക്ക് പോയിക്കോ. ഇനി അങ്ങനെ ഒരു വിഷമം വെച്ചുകൊണ്ടിരിക്കേണ്ട. അത്രയും കേട്ടതും അലീനയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ പറയുകയാണ്, വേണ്ട പപ്പ, പപ്പയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. സ്റ്റാൻലി വീണ്ടും 1-2 നിമിഷം ആലോചിച്ചു നിന്നു. തുടർന്ന് അലീനയോട് പറയുകയാണ്, അത് സാരമില്ല, ഞാനും വരാം നിന്റെ കൂടെ, അതുപോരെ? അത്രയും കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് തന്റെ കരച്ചിലടക്കാനായില്ല. തന്റെ പപ്പയുടെ മനസ്സിൽ തന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു. പുറമേ പരുക്കനാണെങ്കിലും ഉള്ളിൽ കടലോളം സ്നേഹമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾ പപ്പയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. താങ്ക് യു പപ്പ. സ്റ്റാൻലിക്കാണെങ്കിൽ അലീനയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയുന്നില്ല. അയാൾ ഇതെല്ലാം ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. തനിക്ക് മറ്റു മക്കളുണ്ടെങ്കിലും അവരാരും തന്നോട് ഇത്രയും അടുപ്പും സ്നേഹവും കാണിച്ചിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്റ്റാൻലി ഔതക്കുട്ടിച്ചായനും അലീനയും കൊണ്ട് പുനലൂർക്കെത്തി. കൊട്ടാരമറ്റത്തിൽ നിന്ന് എഴുതിയ പഴയൊരു ഇരുമ്പ് ഗേറ്റ്. മൺപാതയെല്ലാം റബ്ബർ ഇലകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ചുറ്റിനും റബ്ബർ മരങ്ങളാണ്. റബ്ബർ തോട്ടത്തിന്റെ നടുവിലൂടെ അവർ ജീപ്പ് ഓടിച്ചു നീങ്ങി. മുമ്പൊരിക്കൽ രേവതിക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്, മാമച്ചനങ്ങളുടെയും ഗ്രേസമ്മാന്റെയും കൂടെ. അന്ന് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെയുണ്ട്. അലീന അതിശയത്തോടെ ചുറ്റുപാടും നോക്കി. ചുറ്റുമതിൽ ഗേറ്റും കടന്ന് കാറ് വീട്ടുമുറ്റത്തെത്തി നിന്നു. കാറിൽ വന്നത് ആരാണെന്നറിയാൻ ഒരു സ്ത്രീ സിറ്റൗട്ടിലേക്ക് ഓടി വന്നു. റോബിച്ചന്റെ ഭാര്യ ആൻസി ആയിരുന്നു അത്. ഔതക്കുട്ടിച്ചായൻ ആദ്യം തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഔതക്കുട്ടിച്ചായനെ കണ്ടതും ആൻസി പരാതി പറയാൻ തുടങ്ങി. ആഹാ, അപ്പച്ചൻ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുള്ളതാ. റോബിച്ചൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ആരുണ്ടപ്പച്ച ഈ വീട്ടില്? മകളൊരുത്തിയാണെങ്കിൽ തലയ്ക്ക് വെളിവില്ലാതെ അകത്ത് കിടക്കുന്നു. പരാതികൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റാൻലിയെ കണ്ടതും ആൻസി ഷോക്ക് അടിച്ച പോലെ നിന്നുപോയി. അതോടെ ആൻസി സംസാരം നിർത്തി. സ്റ്റാൻലിക്ക് പിന്നാലെ അലീനയും കാറിൽ നിന്നിറങ്ങി. അലീനയെ കണ്ടതും ആൻസി അതിശയത്തോടെ നോക്കി നിന്നുപോയി. സ്റ്റാൻലി ഒരു പെൺകുട്ടിയെ മകളാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിർത്തിയ വിവരമെല്ലാം റോബിച്ചൻ പറഞ്ഞ് ആൻസി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അലീനയെ മുമ്പിൽ കണ്ടപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ആൻസി. അപ്പോഴാണ് ഔതക്കുട്ടിച്ചായന്റെ ചോദ്യം, എന്തേടി നിന്റെ കെട്ടിയോൻ? അത് പിന്നെ ടൗണിലോട്ട് പോയത് അപ്പച്ച. എപ്പോൾ വരും? അതറിയാൻ മേല. ആൻസി ഉടനെ പിന്തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഇതാണോ വലിയപ്പച്ച റോബിച്ചായന്റെ ഭാര്യ? അലീനയുടെ ചോദ്യം കേട്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതിന് പ്രത്യേകിച്ച് റിസർച്ച് ഒന്നും നടത്തണ്ടല്ലോ, കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ആ, എന്തായാലും കയറി വാ. അതും പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ മുമ്പേ കയറി. ഔതക്കുട്ടിച്ചായന് പിന്നാലെ അലീനയും. സ്റ്റാൻലി ആണെങ്കിൽ വീട്ടിനകത്തോട്ട് കയറാതെ മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് സ്റ്റാൻലി തന്റെ തറവാട്ടിലെത്തുന്നത്. അയാൾ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു. താൻ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. ആ പരിസരങ്ങളിൽ എവിടെയൊക്കെയോ തന്റെ ബാല്യവും കൗമാരവും പൊടിമൂടപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് സ്റ്റാൻലിക്ക് തോന്നി. അല്പം സമയം അവിടെ ചെലവഴിച്ച ശേഷം സ്റ്റാൻലി അകത്തേക്ക് കയറിപ്പോയി. ഔതക്കുട്ടിച്ചായനും അലീനയും സോഫയിൽ ഇരിപ്പുണ്ട്. അപ്പൊ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? അതിന് മറുപടിയായി ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, വല്ല ചായയോ കാപ്പിയോ കിട്ടുമോ എന്ന് നോക്കാം, അതിൽ നിന്നറിയാം ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. സ്റ്റാൻലി ഇത് കേട്ടുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ ഡോർ കർട്ടനിലൂടെ എത്തി നോക്കുന്നതായി സ്റ്റാൻലിക്ക് തോന്നി. 10 മിനിറ്റ് നേരം അവരവിടെ ഇരുന്നു. എന്നിട്ടും ആരും തന്നെ അവരുടെ അടുത്തേക്ക് വന്നില്ല. സ്റ്റാൻലി പത്രം എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ എഴുന്നേറ്റ് അലീനയും കൊണ്ട് വീടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. അവർ ഇടനാഴിയിലൂടെ നടന്ന് ഒരു ചെറിയ മുറിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, ഇതാ എൻ്റെ മുറി. അലീന ചുറ്റും അങ്ങ് നോക്കി. പഴയൊരു കട്ടിൽ, അതിനോട് ചേർന്ന ഒരു ടീപ്പോയ്, ടീപ്പോയുടെ മേലെയായിട്ട് ഒരു റേഡിയോ, തൊട്ടടുത്ത് ഒരു ടേപ്പ് റെക്കോർഡർ, മരത്തിന്റെ കസേര,
അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ആ മുറിക്കകത്തുണ്ട്. ചുമരിൽ ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോകൾ അലീനയെ വല്ലാതെ ആകർഷിച്ചു. ആ ഫോട്ടോകളിലേക്ക് അലീന നോക്കി നിൽക്കുന്നത് കണ്ട് ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഔതുക്കുട്ടിച്ചായും പറയുകയാണ്, ഇതാ നോക്ക്, ഇതാ ചിന്നമ്മ. അലീന ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഏകദേശം 45 വയസ്സ് തോന്നിക്കും. ചട്ടയും മുണ്ടുമാണ് വേഷം. പിന്നെയും അലീന ചിന്നമ്മയുടെ പല ഫോട്ടോകളും കണ്ടു. ആ കൂട്ടത്തിൽ ചിന്നമ്മയുടെ ഔതുക്കുട്ടിച്ചായൻ്റെയും കല്യാണ ഫോട്ടോയും ഉണ്ടായിരുന്നു. അലീനയ്ക്ക് അതിലേക്ക് അധികം സൂക്ഷിച്ചു നോക്കേണ്ടി വന്നില്ല. തൻ്റെ മുഖം തന്നെ. ഒരു 15-16 വയസ്സുള്ള ഒരു ബാലിക. ആ പ്രായത്തിൽ താൻ ഇത്രത്തോളം മെലിഞ്ഞിട്ടില്ലെന്ന് അലീനയ്ക്ക് തോന്നി. അവൾ അതിശയം കൊണ്ട് ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. തൊട്ടടുത്തായി ചിന്നമ്മയുടെ മറ്റൊരു ഫോട്ടോയുണ്ട്. ഏകദേശം 30 വയസ്സോളം പ്രായം തോന്നിക്കും. അതിലെ മുഖവും തൻ്റെ മുഖവും തമ്മിൽ അത്ഭുതകരമായ സാമ്യമുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അലീന ആ ഫോട്ടോ ചുവരിൽ നിന്ന് ഇളക്കിയെടുത്തു. അല്പനേരം അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. ഈ ചിന്നമ്മയാണ് തൻ്റെ സ്വഭാവത്തിനും രൂപത്തിനും ആധാരമായിരിക്കുന്നത്. ഔതുക്കുട്ടിച്ചായനും ഒരു പരിധിവരെ സ്റ്റാൻലി ജോസഫും തന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് പിറകിൽ ഈ ചിന്നമ്മയാണ്. അലീന ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഔതുക്കുട്ടിച്ചായൻ ചോദിച്ചു, മോൾക്ക് ചിന്നമ്മ ഇഷ്ടായോ? ഒരു ചെറു പുഞ്ചിരിയോടെ അലീന തലയാട്ടി. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുക, ഇതിനേക്കാളും നല്ല പടങ്ങൾ ഉണ്ടായിരുന്നതാ, ഒക്കെ ദ്രവിച്ചുപോയി. ചുവരിൽ ഓരോ മക്കളുടെയും ഫോട്ടോകളുണ്ട്. അതിൽ ഔതുക്കുട്ടിച്ചായൻ്റെ ചെറുപ്പകാല ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ഔതുക്കുട്ടിച്ചായന് ഒരു പരുക്കൻ മുഖമാണ് ഉള്ളതെന്ന് അലീനയ്ക്ക് തോന്നി. ധാർഷ്ട്യവും അഹങ്കാരവും എടുത്തു നിൽക്കുന്ന മുഖം, വലിയ കട്ടിമീശയും തണ്ടും തടിയും, ആരെയും കൂസലില്ലാത്ത ഒരു മുഖഭാവം. ഔതുക്കുട്ടിച്ചായനും ചിന്നമ്മയുള്ള ഒരു ഫോട്ടോ നോക്കി അലീന ഔതുക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, ഈ കടുവയുടെ കൂടെ ഈ പാവ ആട്ടുംകുട്ടി എങ്ങനെ ജീവിച്ചു? ഉടൻ തന്നെ ഔതുക്കുട്ടിച്ചായൻ്റെ മറുപടി വന്നു, ആ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അതിശയമാണ്. സ്റ്റാൻലി കുഞ്ഞായിരുന്നപ്പോഴത്തെ ചില ഫോട്ടോയൊക്കെ ഔതുക്കുട്ടിച്ചായൻ അലീനയ്ക്ക് കാണിച്ചു കൊടുത്തു. 3 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള ഫോട്ടോ വരെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അലീനയ്ക്ക് അതെല്ലാം കണ്ടപ്പോൾ ചെറിയ ചിരി വന്നു. ഇത്രയും പാവമായിരുന്ന തൻ്റെ പപ്പയാണോ ഇപ്പോൾ ആരെ കണ്ടാലും കടിച്ചു കീറാൻ നിൽക്കുന്ന ഭാവത്തിലുള്ളത്? അലീന ആ ഫോട്ടോകളിലൂടെയെല്ലാം കണ്ണോടിച്ചു. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുകയാണ്, ഇതൊക്കെ എന്നും കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് വലിയ കേണൽ കളിക്കാൻ വരുന്നത്. ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ? ഔതുക്കുട്ടിച്ചായൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുറ്റത്തൊരു ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. അത് റോബിച്ചനാ. അവൾ ഫോൺ ചെയ്ത് വരുത്തിയതാ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും വരികയില്ല. ജീപ്പ് നിർത്തിയിട്ട് റോബർട്ട് വീട്ടിനുള്ളിലേക്ക് കയറി വന്നു. ലിവിംഗ് റൂമിൽ സ്റ്റാൻലി ഇരിക്കുന്നത് കണ്ട് ഒരു നിമിഷം സ്വിച്ചിട്ട പോലെ നിന്നുപോയി. എന്നിട്ട് ഭംഗി വാക്കുന്ന പോലെ ചോദിക്കുകയാണ്, അല്ല ലാലിച്ചായൻ എപ്പോഴാണ് വന്നത്? ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഒറ്റയ്ക്കല്ലടാ, നിന്റെ അപ്പനും ഉണ്ട്, കൂടെ എൻ്റെ മോളും ഉണ്ട്. ഇത് കേട്ട് റോബിച്ചൻ ചോദിക്കുകയാണ്, ടാനിയ മോളാണോ അതോ ടെൽസയോ? അതൊന്നല്ല, ഞാൻ പരിചയപ്പെടുത്തി തരാം. തുടർന്ന് സ്റ്റാൻലി അലീനയെ ശബ്ദമുയർത്തി വിളിച്ചു. നിമിഷ നേരം കൊണ്ട് അലീനയും പിന്നാലെ ഔതുക്കുട്ടിച്ചായനും ലിവിംഗ് റൂമിലെത്തി. അലീനയെ നോക്കിക്കൊണ്ട് സ്റ്റാൻലി പറയുകയാണ്, അലീന, ഇത് നിന്റെ ഇളയച്ചനാണ്, എൻ്റെ അനുജൻ, വല്യപ്പച്ചൻ്റെ ഇളയ മോൻ. നിനക്ക് പിന്നെ അങ്കിളെന്നോ റോബി പാപ്പനെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അലീന കൗതുകത്തോടെ റോബർട്ടിൻ്റെ മുഖത്തേക്ക് നോക്കി. റോബർട്ടാണെങ്കിൽ അലീനയുടെ മുഖത്തോട്ട് നോക്കുന്ന പോലുമില്ല. മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണമായ കഥാമുഹൂർത്തങ്ങളാണ്. അലീനയെ അംഗീകരിക്കാത്ത സ്റ്റാൻലിയുടെ വീട്ടുകാരെ അവൾ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്